channel Faint Maths Classes. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് തേർഡ് ചാപ്റ്റർ അണ്ടർസ്റ്റാൻഡിങ് ക്വാഡ്രിലാറ്ററൽസിലെ എക്സാം സ്പെഷ്യലിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ പാർട്ട് 1 ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കായിട്ട് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ സെക്കൻഡ് പാർട്ട് ബാലൻസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്യണം. അതോടൊപ്പം തന്നെ ബെലൈക്കണും ഇനേബിൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ മെഷേഴ്സ് ഓഫ് all four angles of a parallelogram whose consecutive angles are in the ratio 1:3. അപ്പോൾ എന്താ ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ പാരലോഗ്രാമിന്റെ 4 ആംഗിൾസിന്റെ മെഷർമെന്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആകെ നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? അതിന്റെ കോൺസിക്യൂട്ടീവ് ആംഗിൾസിന്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. ആംഗിൾസ് തന്നിട്ടില്ല, അതിന്റെ റേഷ്യോ. ഇനി അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പൊ ഇതാണ് നമ്മുടെ പാരലലോഗ്രാം. കണ്ടല്ലോ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? കോൺസിക്യൂട്ടീവ് ആംഗിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺസിക്യൂട്ടീവ് ആംഗിൾസ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അടുത്തടുത്ത് കിടക്കുന്ന 2 ആംഗിൾസ് എന്നാണ് അർത്ഥം. കണ്ടോ, ഒന്നുകിൽ ഇത്, അല്ലെങ്കിൽ ഇത്, അല്ലെങ്കിൽ ഇത്, ഇങ്ങനെ തൊട്ടടുത്ത് കിടക്കുന്ന ആംഗിൾസിനെയാണ് നമ്മൾ കോൺസിക്യൂട്ടീവ് ആംഗിൾസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? 1:3. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ കോൺസിക്യൂട്ടീവ് ആംഗിൾസിനെ നമുക്ക് എങ്ങനെ എടുക്കാം? ഞാൻ എപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്, റേഷ്യോയിൽ ക്വസ്റ്റ്യൻ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ എക്സ് ചേർത്ത് വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ 1:3 എന്നാണ് ഉള്ളത്. കണ്ടല്ലോ. അതിൻ്റെ കൂടെ എക്സ് ചേർത്ത് എടുക്കുമ്പോൾ എങ്ങനെ എഴുതും? നമ്മൾ 1x എന്നും 3x എന്നും വേണം നമ്മൾ എടുക്കാനായിട്ട്. മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ നമുക്ക് എഴുതാം, ലെറ്റ് ദ കോൺസിക്യൂട്ടീവ് ആംഗിൾസ് ബി എന്തായിട്ട് എടുക്കാം? എക്സ് ആൻഡ് 1x. 1ന്റെ കൂടെ എക്സ് ചേർക്കുമ്പോൾ 1x. നമുക്ക് എക്സ് എന്ന് മാത്രം മതി. 1x എന്ന് പറഞ്ഞാലും എക്സ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അപ്പൊ എക്സ് ആൻഡ് 3x. ഓക്കെ, അപ്പൊ നമ്മള് 2 ആംഗിൾസിനെ ലെറ്റ് ദ കോൺസിക്യൂട്ടീവ് ആംഗിൾസ് ബി എക്സ് ആൻഡ് 3x. അപ്പൊ നമ്മൾ അടുത്തടുത്ത് കൊടുക്കുന്ന ആംഗിൾസിനെ എന്തൊക്കെയായിട്ട് എടുത്തു? എക്സ് ആയിട്ടും 3x ആയിട്ടും എടുത്തു. ഇനി എങ്ങനെയാണ് ചെയ്യാൻ പോണെന്ന് പറഞ്ഞു. ഇവിടെ എഴുതിയിരുന്നത് ഇങ്ങോട്ടൊന്ന് എടുത്ത് എഴുതി ലെറ്റ് ദ കോൺസിക്യൂട്ടീവ് ആംഗിൾസ് ബി എക്സ് ആൻഡ് 3x എന്ന്. അപ്പൊ ദാ അടുത്തടുത്ത് കിടക്കുന്ന ആംഗിൾസ് ആണെന്ന് പറഞ്ഞു. നമ്മുടെ പാരലോഗ്രാം ഇതാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇവിടുത്തത് ഞാൻ എക്സ് ആയിട്ട് എടുത്തു, അടുത്തത് ഞാൻ എന്തായിട്ട് എടുത്തു? 3x ആയിട്ട് എടുത്തു. കണ്ടോ, നമുക്ക് ഈ പടമൊന്നും വേണ്ട, നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാ. അപ്പൊ ഇതൊരെണ്ണത്തിനെ ഞാൻ എക്സ് ആയിട്ട് എടുത്തു, അടുത്തത് ഒരെണ്ണത്തിനെ എന്തായിട്ട് എടുത്തു? 3x ആയിട്ട് എടുത്തു. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെ ഇതിലെ എക്സിന്റെ വാല്യൂവിനെ കണ്ടുപിടിക്കാന്നുള്ളത്. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? പാരലോഗ്രാമിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട്. എന്തോ പാരലോഗ്രാമിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? സം ഓഫ് അഡ്ജസന്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം 180 ഡിഗ്രി. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പാരലോഗ്രാമിന്റെ പ്രോപ്പർട്ടിയിൽ. എന്തുവായിരുന്നു? ഞാൻ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തി തരാം. സം ഓഫ് അഡ്ജസന്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആർ 180 ഡിഗ്രി. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഒരു കാര്യം എപ്പോഴും ഓർക്കണം, കറക്റ്റായിട്ട് എല്ലാത്തിൻ്റെയും പ്രോപ്പർട്ടീസ് പഠിച്ചാൽ മാത്രമേ നമുക്കൊരു ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതാരും മറന്നു പോരുത് കേട്ടോ. അപ്പൊ നോക്കിക്കോ. അപ്പൊ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ ഇതിന്റെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവുക. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് എഴുതാം എക്സ് പ്ലസ് 3x is equal to 180 ഡിഗ്രി. കണ്ടോ, നമുക്ക് ഇനി റീസൺ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എഴുതാം. സം ഓഫ് അഡ്ജസന്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം. എൻ്റെ കൂടെ തന്നെ പഠിച്ചോണേ, അതിനാണ് 100 വട്ടം പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ ഓക്കെ ആണേ. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടുന്നു. അപ്പൊ x പ്ലസ് 3x എന്ന് പറയുമ്പോൾ 4x is equal to 180 ഡിഗ്രി. then x is equal to 180 ഡിഗ്രി by 4. നമുക്ക് എന്താ കിട്ടുന്നത്? 45 അല്ലേ? 4 4 16 17. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സിന്റെ വാല്യൂ 45 ഡിഗ്രി എന്ന് കിട്ടിയല്ലേ? ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 45 കിട്ടി.
അപ്പൊ നമ്മൾ എക്സിന്റെ വാല്യൂ ഇവിടെ കണ്ടുപിടിച്ചു. അപ്പൊ ഇപ്പൊ നമുക്ക് ആംഗിൾസ് കണ്ടുപിടിച്ചു ഇവിടെ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ നമ്മൾ കോൺസിക്യൂട്ടീവ് ആംഗിൾസിന് നമ്മൾ എന്തൊക്കെയായിരുന്നു എടുത്തത്? എക്സും 3x. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് ആംഗിൾ ഇസ് ഈക്വൽ ടു എക്സ് ആയിരുന്നു നമ്മൾ ഒരു ആംഗിളിനെ എടുത്തത്. എക്സ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു 45 ഡിഗ്രി അല്ലെ. അടുത്തത് സെക്കൻഡ് ആംഗിൾ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? സെക്കൻഡ് ആംഗിൾ 3x അല്ലെ. നമ്മൾ അടുത്തടുത്ത് കിടക്കുന്ന ആംഗിൾസിനെ എക്സ് എന്നും 3x എന്നുമാണ് എടുത്തത്. ദാറ്റ് മീൻസ് ഒരു ആംഗിൾ എക്സും ഒരു ആംഗിൾ എന്തുമാണ്? 3x ആണ്. അപ്പൊ അതാണ് ഞാൻ ഇവിടെ എടുത്ത് എഴുതുന്നത്. ഫസ്റ്റ് ആംഗിൾ എക്സ് ആണ്, അതിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു 45 ഡിഗ്രി. അടുത്ത സെക്കൻഡ് ആംഗിൾ എന്താണ്? 3x ആണ്. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ ഇതിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ 3 × 45 is equal to എത്ര ഇട്ട് നമുക്ക് ചെയ്ത് നോക്കാം? 45 × 3 5 3 15 1 4 3 12 plus 1 13 അല്ലേ. 135 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ആംഗിളുമായി സെക്കൻഡ് ആംഗിളുമായി. ഇനി ഇതിന്റെ ബാക്കിയുള്ള ആംഗിൾസ് കണ്ടുപിടിക്കാൻ ഭയങ്കര ഈസി അല്ലേ. ഞാൻ ഈ ഫിഗറിൽ തന്നെ ഒന്ന് ഇട്ട് കാണിച്ചു തരാം. നിങ്ങൾ തന്നെ അവിടെ ഇരുന്ന് പറഞ്ഞോണേ. അപ്പൊ നമ്മൾ ഇവിടുത്തതിന് 45 എന്ന് കണ്ടുപിടിച്ചു, ഇവിടുത്തതിന് നമ്മൾ 135 എന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുത്തെ ആംഗിളും കണ്ടുപിടിക്കാൻ ഈസി അല്ലേ. ഫിഗറിൽ നോക്കിയപ്പോഴേ മനസ്സിലായി കാണും. നിങ്ങൾ തന്നെ അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരിക്കും ഇവിടുത്തെ ആംഗിൾ എന്താണ്? ഈ ആംഗിൾ 45 ഡിഗ്രി. എങ്ങനെയാ കിട്ടിയത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രോപ്പർട്ടിയില്, ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ അല്ലെ. ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് പാരലോഗ്രാമിൽ അത് എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ 45 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 45 ആയിരിക്കും. അതേപോലെ ഇവിടെ 135 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 135. ക്ലിയർ? അപ്പൊ ഇപ്പൊ എല്ലാ ആംഗിൾസും നമ്മൾ കണ്ടുപിടിച്ചില്ലേ. നമ്മളടുത്ത് പറഞ്ഞിരുന്നതും അത് തന്നെ അല്ലായിരുന്നോ? മെഷേഴ്സ് ഓഫ് ഓൾ ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് നമ്മളടുത്ത് പറഞ്ഞിരുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതിയിട്ടാൽ മാത്രം പോരാ, നമ്മൾ എങ്ങനെ എഴുതി കാണിക്കണം? നോക്കിക്കോ. സിൻസ് the opposite angles of a parallelogram are equal, therefore the angles are എന്തൊക്കെയാണെന്ന് എഴുതാൻ നമുക്ക്. ഫസ്റ്റ് നമ്മൾ 45 ഡിഗ്രി, അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ എന്താണ്? 45 ഡിഗ്രി അല്ലേ. പിന്നെ അടുത്തത് 135 ഡിഗ്രി, അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ എന്താണ്? 135 ഡിഗ്രി. കണ്ടോ? ഇത്രയേ ഉള്ളായിരുന്നു സംഭവം. ഇനിയിപ്പം ലാസ്റ്റ് ഇത്രയും ഞാൻ എഴുതി കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സംശയം തോന്നരുത്, ഇതെന്താ ഇവിടെ മിസ് 2 45 2 135 എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നേന്ന്. ഞാൻ ഫിഗർ കാണിച്ചിട്ട് പറഞ്ഞു തന്നു. അതായത് ഇപ്പൊ നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത് ഇതായിരുന്നു. ഇതാണ് നമ്മുടെ പാരലോഗ്രാമിന്റെ ഫിഗർ. അപ്പൊ ഇവിടെ 45 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ എന്തായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. കണ്ടോ? അതാണ് ഇവിടെ 2 45 വന്നത്. ക്ലിയർ? അടുത്തത് ഇവിടെ 135 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കിടക്കുന്ന ആംഗിളും എന്ത് തന്നെയായിരിക്കും? 135 ഡിഗ്രി തന്നെ ആയിരിക്കും. കണ്ടോ? അതാണ് ഇവിടെ 2 135 വന്നത്. ഇപ്പൊ ക്ലിയർ ആയ? ഇനി നിങ്ങൾക്ക് ആർക്കും ഒരു ഡൗട്ടും ഇല്ലല്ലോ. അപ്പൊ നമ്മള് എങ്ങനെ ഇതെല്ലാം കണ്ടുപിടിച്ചത്? നമുക്ക് ആകെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് 1:3 എന്നുള്ള ഒരു റേഷ്യോ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളായിരുന്നു. 2 അടുത്തടുത്ത് കിടക്കുന്ന ആംഗിൾസിന്റെ റേഷ്യോ അല്ലെ. നമ്മൾ എന്ത് ചെയ്തു? ആ ആംഗിൾസിനെ നമ്മൾ x എന്നും 3x എന്നും ആയിട്ട് എടുത്തു. അത് ക്ലിയർ ആണ്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അഡ്ജസന്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആർ 180 ഡിഗ്രി എന്ന് പഠിച്ചിട്ടുണ്ട്. ഞാനത് എടുത്ത് എഴുതാൻ മറന്നുപോയി. ഇങ്ങോട്ട് എല്ലാവരും എടുത്ത് എഴുതണം. ആർ 180 ഡിഗ്രി. അപ്പൊ എഴുതിയേക്കണേ നോട്ട്സ് എഴുതുമ്പോ എല്ലാവരും ഇങ്ങനെ തന്നെ എഴുതണേ. സം ഓഫ് ദി അഡ്ജസന്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആർ 180 ഡിഗ്രി. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചത്? x + 3x is equal to 180 ഡിഗ്രി. ആ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടും. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? 4x is equal to 180 ഡിഗ്രി. Then x is equal to ഇവിടെ 4x എന്ന് പറയുമ്പോൾ 4 × x.
അപ്പോൾ അത് ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്തപ്പോൾ ഡിവിഷൻ ആയി. അപ്പോൾ 180/4 നമുക്ക് എന്ത് കിട്ടി? 45 എന്ന് കിട്ടി. അപ്പൊ നമുക്കറിയാം നമ്മൾ ആംഗിൾസിനെ എടുത്തത് x എന്നും 3x എന്നും ആയിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് കിട്ടിയ 45നെ എക്സിന്റെ വാല്യൂലോട്ട് ഇട്ട് കൊടുത്തു. അപ്പൊ ഫസ്റ്റ് ആംഗിൾ x ആയിരുന്നു, അത് നമുക്കറിയാം 45 ഡിഗ്രി ആണെന്നുള്ളത്. അടുത്ത സെക്കൻഡ് ആംഗിൾ എന്തായിരുന്നു? 3x. അപ്പൊ നമ്മൾ എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് 3 × 45 എന്നായി. അപ്പൊ എത്ര കിട്ടി? 135 ഡിഗ്രി എന്ന്. പിന്നെ നമുക്കറിയാം നമ്മുടെ പാരലോഗ്രാമിന്റെ പ്രോപ്പർട്ടിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ. ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ എന്ത് എഴുതി? therefore the angles are 45 ഡിഗ്രി, 45 ഡിഗ്രി, 135 ഡിഗ്രി ആൻഡ് 135 ഡിഗ്രി. എങ്ങനെയാണ് ഇത് രണ്ടു വട്ടം ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു. വലുതായിട്ട് വേണമെങ്കിൽ വരച്ച് കാണിച്ചു തരാം. ഇത് പാരലോഗ്രാം കണ്ടല്ലോ, ഇത് 45 ഡിഗ്രി. അങ്ങനെയാകുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് 45 ഡിഗ്രി കണ്ടല്ലോ, 2 തവണ. അടുത്തത് ഇത് 135 ഡിഗ്രി, അടുത്ത അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് അപ്പൊ എന്തായിരിക്കും? 135 ഡിഗ്രി ആയിരിക്കും. അതാണ് ഇങ്ങനെ എടുത്ത് എഴുതിയത്. നമ്മളെടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഈ ഒരു പാരലോഗ്രാമിന്റെ ഫുൾ ആംഗിൾസ് ആയിരുന്നു. അത് ഇത്രയും നമ്മൾ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് കണ്ടുപിടിച്ച് കാണിച്ചു വെച്ചു. ക്ലിയർ ആണ്? യാതൊരു ഡൗട്ടും ഇല്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് എക്സ് ഇൻ ദ ഫോളോയിങ് ഫിഗർ. അതായത് നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്, അതിൽ ഈ എക്സിന്റെ വാല്യൂ നമ്മളെടുത്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? ഇവിടെ നോക്കിക്കേ, നമുക്ക് ഇവിടെ 90 ഡിഗ്രി, 60 ഡിഗ്രി, 40 ഡിഗ്രി, ആംഗിൾ 1 എന്നൊക്കെ തന്നിട്ടുണ്ട്. ഇതൊക്കെ തന്നെ നമ്മൾ എന്താ വിളിക്കുന്നത്? എക്സ്റ്റീരിയർ ആംഗിൾസ് എന്ന് വിളിക്കും അല്ലേ? അപ്പൊ ഈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? അതേപോലെ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, എക്സ്റ്റീരിയർ ആംഗിളിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് അല്ലേ? കാരണം ഈ എക്സ് എന്ന് പറയുന്നത് ഈ ഫിഗറിന്റെ വെളിയിലാണ് കിടക്കുന്നത്. എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, പുറത്ത് കിടക്കുന്ന ആംഗിൾസിനെയാണ് നമ്മൾ എക്സ്റ്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെയാണ് ആംഗിൾ 1 90 ഡിഗ്രി, ദെൻ 60 ഡിഗ്രി, ദെൻ എക്സ്, ദെൻ 40 ഡിഗ്രി. ഇത്രയെന്ന് പറയുന്നതും ഈ ഒരു ഫിഗറിന്റെ പുറത്ത് കിടക്കുന്ന ആംഗിൾസ് ആണ്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എക്സ്റ്റീരിയർ ആംഗിൾസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മളെടുത്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇതൊരു എക്സ്റ്റീരിയർ ആംഗിൾ ആണെന്ന് നമുക്ക് പിടികിട്ടി. അപ്പൊ നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിപ്പം നമ്മുടെ ഈ ഫിഗർ എന്ന് പറയുന്നത് ഇതാണ് കണ്ടല്ലോ, ഇങ്ങനെ ഒരു ഫിഗർ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫിഗർ കണ്ടപ്പോൾ നമുക്ക് പിന്നെ ഒരു കാര്യം മനസ്സിലായി, ഇതൊരു 4 സൈഡഡ് പോളിഗൺ ആണെന്ന് മനസ്സിലായി അല്ലേ? ഇതൊരു സൈഡ്, ഇതൊരു സൈഡ്, ഇതൊരു സൈഡ്, ഇതൊരു സൈഡ്. കണ്ടോ, 4 വശങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലായി, 4 സൈഡ്സ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ അത് നമുക്ക് പിടികിട്ടി. അപ്പൊ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? എക്സ്റ്റീരിയർ ആംഗിൾസിന്റെ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എങ്ങനെയാ പഠിച്ചിട്ടുള്ളത്? ഇങ്ങനെയായിരുന്നു പഠിച്ചിരുന്നത്. സം ഓഫ് ഓൾ എക്സ്റ്റീരിയർ ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഈസ് 360 ഡിഗ്രി. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് ആംഗിൾസും പ്രോപ്പർട്ടി അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ്റ്റീരിയർ ആംഗിളിന്റെ ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? ആംഗിൾസും പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലേ? കാരണം ഇത് നമുക്ക് ഒരു 4 സൈഡ് ആണെന്നുള്ളത് മനസ്സിലായി. അപ്പൊ നമുക്ക് ഇതൊരു ക്വാഡ്രിലാറ്ററൽ ആണെന്ന് പിടികിട്ടി. അപ്പൊ ക്വാഡ്രിലാറ്ററൽ ആണെന്ന് മനസ്സിലായപ്പം നമുക്ക് ആംഗിൾസും പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഈ എക്സ്റ്റീരിയർ ആംഗിളിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാന്ന് പിടികിട്ടി. എന്തായിരുന്നു നമ്മൾ പഠിച്ചിട്ടുള്ളത്? സം ഓഫ് ഓൾ എക്സ്റ്റീരിയർ ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഈസ് 360 ഡിഗ്രി. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ ക്ലിയർ ആയേ? അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? കാരണം ബാക്കി എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്, പക്ഷേ ഇവിടെ വേറൊരാളിനെ തന്നിട്ടില്ല. നോക്കിക്കേ, ഇവിടെ ആംഗിൾ 1 എന്നാ കൊടുത്തിരിക്കുന്നത്. നമുക്ക് മെഷർമെന്റ് ഉണ്ടോ? ഇല്ല. ആംഗിൾ 1ന്റെ മെഷർമെന്റ് നമുക്കില്ല. എങ്ങനെ കണ്ടുപിടിക്കും നമ്മള്? ഫിഗറിൽ ശ്രദ്ധിച്ചോണേ. ഇതെന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതിനിടേ ഒരു ലൈൻ വന്ന് ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഇരുവശത്തും കിടക്കുന്ന ആംഗിൾസ് തമ്മിൽ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 180 ഡിഗ്രി. എന്താണ് റീസൺ? ലീനിയർ പെയർ. ഞാൻ എന്താ ഇങ്ങോട്ടെടുത്ത് വരച്ച് കാണിച്ചു തരാം. കണ്ടോ, ഇതായിരുന്നു നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ. അതാണ് ഇങ്ങോട്ടെടുത്ത് വരച്ചത്. അതിനെ ഒരു ലൈൻ വന്ന് ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നു. അതാണ് ഞാൻ ഇങ്ങനെ വരച്ചത്. കണ്ടോ,
ക്ലിയർ ആണേ? അപ്പൊ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? അതിന്റെ ഇരുവശത്തും രണ്ട് ആംഗിൾസ് ഫോം ചെയ്യും. കണ്ടോ? ഇത് രണ്ടും കൂടി തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 180 ഡിഗ്രി. ഇതിന് നമ്മൾ എന്തെന്ന് പറയുന്നു? ലീനിയർ പെയർ. കണ്ടോ? നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ആംഗിൾ 1ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? നമുക്കറിയാം ഈ ഒരു ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. ഇനി ഈ ഒരു ആംഗിൾ എത്രയാ? തന്നിട്ടില്ല, ആംഗിൾ 1 എന്നേ തന്നിട്ടുള്ളൂ. പക്ഷെ നമുക്കറിയാം ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടും എന്നുള്ളത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ആംഗിൾ 1ന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് എഴുതാം 90 degree plus angle 1 is equal to 180 degree. Reason എന്താണ്? Linear pair. നമുക്ക് ആംഗിൾ 1 എടുത്ത് എഴുതാം. ആംഗിൾ 1 is equal to 180 degree മൈനസ് ഈ 90 ഡിഗ്രി ഈക്വൽ സൈന് ശേഷം കൊണ്ടുപോകുമ്പോൾ മൈനസ് ആയിട്ട് മാറും. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ എന്താ കിട്ടുന്നത്? 90 ഡിഗ്രി. അപ്പൊ ഇവിടെ നമ്മൾ ആംഗിൾ 1ന്റെ വാല്യൂ എന്തായിട്ട് കണ്ടുപിടിച്ചു? ആംഗിൾ 1 is equal to 90 degree. അപ്പൊ നോട്ട് എഴുതണ്ടല്ലോ, എങ്ങനെയെന്ന് മനസ്സിലായല്ലോ? 90 degree plus angle 1 is equal to 180 degree. Reason linear pair. Therefore angle 1 is equal to 180 degree. ഇതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് 90 degree. അപ്പൊ ആൻസർ is equal to 90 degree. അപ്പൊ നമുക്ക് എങ്ങനെ എടുത്തെഴുതാം? Therefore angle 1 is equal to 90 degree. അങ്ങനെ നമ്മൾ ആംഗിൾ 1ന്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഞാൻ ഈ ഫിഗറിലോട്ട് അതങ്ങ് എഴുതി വെച്ചു. ഓക്കെ, ഇനിയിപ്പോ ഞാൻ എന്താ പഠിപ്പിച്ചു തന്നത്? ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 360 കിട്ടുമെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാ. അപ്പൊ നമുക്ക് അതൊന്ന് എടുത്തെഴുതാവേ. സം ഓഫ് ഓൾ എക്സ്റ്റീരിയർ ആംഗിൾസ്, sum of all exterior angles of a quadrilateral is 360 degree. അല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ എല്ലാം ഒന്ന് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് എഴുതാം 90 ഡിഗ്രി പ്ലസ് താണ്ടേ നമ്മുടെ എക്സ്റ്റീരിയർ ആംഗിൾസ് ഒക്കെ ഇതാ കിടക്കുന്നു. 90 ഡിഗ്രി, അടുത്തത് ഈ 90 ഡിഗ്രി പ്ലസ് അടുത്തത് എന്താ ഇവിടെ കിടക്കുന്നത്? 40 ഡിഗ്രി പ്ലസ് അടുത്തത് എന്താണ്? എക്സ് പ്ലസ് അടുത്തത് എന്താണ്? 60 ഡിഗ്രി. അപ്പൊ എല്ലാ എക്സ്റ്റീരിയർ ആംഗിൾസ് എഴുതിയല്ലോ. അതാ നോക്കാം. 1 2 3 4 5. നമുക്ക് നോക്കാം. 1 2 3 4 5. കണ്ടോ? എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 360 ഡിഗ്രി. ഓക്കെ, ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരുന്നതെന്ന് അറിയാം? 90 പ്ലസ് 90 180, then 180 plus 40 220, then 60 280 അല്ലേ? 280 plus x is equal to എത്ര വന്നു? 360 ഡിഗ്രി. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്തിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും? എക്സിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ഞാൻ ഇവിടെ അടുത്ത് എഴുതിയാണ് x is equal to 360 ഡിഗ്രി മൈനസ് 280 ഡിഗ്രി. എത്ര കിട്ടും നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക്? 360 ഡിഗ്രി മൈനസ് 280 ഡിഗ്രി നമുക്ക് 80 ഡിഗ്രിന്ന് കിട്ടും അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എക്സിന്റെ വാല്യൂ എന്താ കിട്ടിയത്? 80 ഡിഗ്രി. അപ്പൊ നമുക്ക് ഇവിടെ അടുത്ത് എഴുതാം therefore x is equal to 80 ഡിഗ്രി. മനസ്സിലായോ എല്ലാവർക്കും എങ്ങനെ കിട്ടിയെന്നുള്ളത്? അപ്പൊ ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് ഒന്നും കൂടി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിഗറിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിരുന്നു അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് മനസ്സിലായി ഈ ഒരു ഫിഗർ കണ്ടപ്പോൾ ഈ എക്സ് എന്ന് പറയുന്നത് ഈ ഒരു ഫിഗറിന്റെ പുറത്ത് കിടക്കുന്ന ആംഗിൾ ആണെന്ന് മനസ്സിലായി. ദാറ്റ് മീൻസ് എക്സ്റ്റീരിയർ ആംഗിൾ ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ ഒരെണ്ണം പഠിച്ചിട്ടുണ്ട്. എന്താ നമ്മൾ പഠിച്ചിരുന്നത്? സം ഓഫ് ഓൾ എക്സ്റ്റീരിയർ ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഇസ് 360 ഡിഗ്രി. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി ക്വാഡ്രിലാറ്ററൽ ആണെന്ന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയത്? ഇത് ദേ എങ്ങനെയൊക്കെയോ വരച്ചു വെച്ചിരിക്കുന്നത്. നമ്മളെങ്ങനെ പിടികിട്ടി നമുക്ക് ഇത് ക്വാഡ്രിലാറ്ററൽ ആണെന്ന്?
നമ്മൾ അതിന്റെ സൈഡ്സ് എണ്ണി നോക്കി അല്ലേ? ഇതാ ഇത് ഇത്രയും ഒരു സൈഡ്, ഇത് ഇത്രയും ഒരു സൈഡ്, ഇത് ഇത്രയും ഒരു സൈഡ്, ഇത് ഇത്രയും ഒരു സൈഡ് നോക്കിയപ്പോൾ നമുക്ക് 4 സൈഡ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോഴാണ് നമ്മൾ ഇതൊരു ക്വാഡ്രിലാറ്ററൽ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി എടുത്തത്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് എല്ലാ എക്സ്റ്റീരിയർ ആംഗിൾസിന്റെയും കൂടി മെഷർമെന്റ് തമ്മിൽ കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 360 കിട്ടുമെന്ന് നമുക്ക് പിടികിട്ടി. ക്ലിയർ? അങ്ങനെ നമ്മൾ നോക്കിയപ്പോഴുണ്ട് നമ്മൾ എക്സ്റ്റീരിയർ ആംഗിൾ എല്ലാം കൂടി ആഡ് ചെയ്യാന്നും പറഞ്ഞ് നോക്കിയപ്പം ആംഗിൾ 1ന്റെ വാല്യൂ ഇല്ല. അപ്പൊ നമുക്ക് അത് കണ്ടുപിടിക്കണമായിരുന്നു. അപ്പൊ നമ്മൾ എങ്ങനെയാ അത് കണ്ടുപിടിച്ചത്? നമുക്കറിയാം ഒരു സ്ട്രെയിറ്റ് ലൈനിനെ ഒരു ലൈൻ വന്ന് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇരുവശത്തും 2 ആംഗിൾസ് ഉണ്ടാകും. അത് തമ്മിൽ ആഡ് ചെയ്താൽ 180 കിട്ടുമെന്ന് നമുക്കറിയായിരുന്നു. അപ്പൊ ഒരു ആംഗിൾ 90 ആയിരുന്നു, ഒരു ആംഗിൾ 1 ആയിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? അത് രണ്ടും കൂടി തമ്മിൽ ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 180 ഡിഗ്രി. അതിന്റെ റീസൺ എന്താണ്? ലീനിയർ പെയർ. അത് നമ്മളിവിടെ എഴുതി കാണിച്ചു. ക്ലിയർ? പിന്നെ അതിൽ നിന്ന് നമ്മൾ ആംഗിൾ 1ന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. എങ്ങനെയാണ്? 180 ഈ 90 ഇപ്പുറത്തോട്ട് കൊണ്ടുപോയപ്പോൾ -90. അപ്പൊ നമുക്ക് ആൻസർ 90 ഡിഗ്രിന്ന് കിട്ടി. അതാണ് ഇവിടെ എടുത്ത് എഴുതിയിരിക്കുന്നത്. ആംഗിൾ 1 ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അവിടെ വരെ ക്ലിയർ ആണേ? ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്ത് റീസൺ എഴുതി? സം ഓഫ് ഓൾ എക്സ്റ്റീരിയർ ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഈസ് 360 ഡിഗ്രി. നമുക്ക് അറിയാവുന്ന റീസൺ എടുത്ത് ഇവിടെ എഴുതി വെച്ചു. അതും വെച്ചിട്ട് നമ്മൾ എങ്ങനെ ചെയ്തു? ഇതെല്ലാം കൂടി തമ്മിൽ നമ്മൾ ആഡ് ചെയ്തു. അതാണ് ഇവിടെ എഴുതി കാണിച്ചിരിക്കുന്നത്. കണ്ടല്ലോ? അങ്ങനെ നമ്മൾ എന്തിന്റെ വാല്യൂ കണ്ടുപിടിച്ചു? അതിൽ നിന്നും എക്സിന്റെ വാല്യൂ. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? 80 ഡിഗ്രി. നമ്മളെടുത്ത് എന്താ പറഞ്ഞിരുന്നത്? തന്നിരിക്കുന്ന ഫിഗറിലെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്. ക്ലിയർ? ഈസി ക്വസ്റ്റ്യൻ അല്ലായിരുന്നോ? അപ്പൊ ഫിഗർ കാണുമ്പോൾ ഇതേപോലെ ഇരുന്ന് നമ്മൾ പേടിക്കാൻ പാടില്ല. എന്താണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് എന്ന് നോക്കിയതിന് ശേഷം നമ്മൾ ഇതേപോലെ പ്രോപ്പർട്ടീസ് ഒക്കെ ആലോചിച്ച് നോക്കിയിട്ട് അങ്ങ് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ സം ഓഫ് ഓൾ ഇന്റീരിയർ ആംഗിൾ ഓഫ് എ പെന്റഗൺ ദാറ്റ് ഈസ് റെഗുലർ. എന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കുന്നത്? പെന്റഗൺ, അതായത് ഒരു റെഗുലർ പെന്റഗൺ. റെഗുലർ പെന്റഗൺ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാവോ? അതായത് അതിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും, എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ റെഗുലർ പെന്റഗൺ എന്ന് പറയുന്നത്. ക്ലിയർ ആണേ? അപ്പോൾ നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത് ഒരു റെഗുലർ പെന്റഗന്റെ ഇന്റീരിയർ ആംഗിൾസിന്റെ സം കണ്ടുപിടിക്കാനാണ് നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ദ സം ഓഫ് ഓൾ ഇന്റീരിയർ ആംഗിൾസ് ഓഫ് എ പെന്റഗൺ ദാറ്റ് ഈസ് റെഗുലർ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളെടുത്ത് പെന്റഗന്റെ ഇന്റീരിയർ ആംഗിൾസ് മീൻസ് ഉള്ളിലുള്ള ആംഗിൾസ്. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും തന്നിട്ടില്ല അല്ലെ? റെഗുലർ പെന്റഗൺ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് പഠിച്ചിട്ടുണ്ട്. നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ഒരു പോളിഗന്റെ എല്ലാ ആംഗിൾസും കൂടി കൂട്ടുമ്പോഴുള്ള സം കണ്ടുപിടിക്കാൻ നമ്മൾ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ആ ഫോർമുല? നമ്മൾ ക്ലാസ് വൈസ് പഠിച്ചു വന്ന സമയത്തും അതേപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിലും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഒരു ഫോർമുല. എന്തായിരുന്നു അത്? നമുക്കിവിടെ എടുത്ത് എഴുതാം. സം ഓഫ് ഓൾ interior angles of a polygon is equal to എന്താ പഠിച്ചിട്ടുള്ളത്? n-2 into 180 ഡിഗ്രി. കണ്ടോ? ഈ ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പെന്റഗണിനെ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടെ n എന്ന് വെച്ചാൽ എന്താ മീനിങ്? നമ്പർ ഓഫ് സൈഡ്സ് എന്നാണ് അല്ലെ? സൈഡ്സിന്റെ എണ്ണം. അതാണ് ഈ n എന്നുള്ളത് നമ്മുടെ അടുത്ത് കാണിക്കുന്നത്. അപ്പൊ പെന്റഗൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പെന്റഗന്റെ സൈഡ്സ് എത്രയാണ്? 5 അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അത്. അപ്പൊ അതൊന്നും എടുത്ത് എഴുതാവേ നമുക്ക്. നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് പെന്റഗൺ. നോട്ട്സ് എഴുതുമ്പോൾ ക്ലിയർ ആയിട്ട് എല്ലാവരും എഴുതി വെക്കണം. ഇസ് ഈക്വൽ ടു 5. ഇപ്പൊ ഇത് എഴുതിയില്ലാന്നും പറഞ്ഞ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ 5 വന്നേന്നുള്ള ഡൗട്ട് വരും. അങ്ങനെ ഒന്നും വരാതിരിക്കാനാണ് നമ്മൾ നോട്ട്സ് എഴുതുമ്പോൾ ക്ലിയർ ആയിട്ട് തന്നെ എഴുതണമെന്ന് പറയുന്നത്. എന്നു പറയുന്നതും ഇവിടെ എന്താണെന്നുള്ളതും ഞാൻ എഴുതി വെച്ച് തന്നിട്ടുണ്ട്. അപ്പൊ സൈഡിൽ ഒരു കോളം ഒക്കെ വരച്ചിട്ട് നിങ്ങൾ എഴുതണം. n ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് സൈഡ്സ്. അപ്പൊ പഠിക്കുന്ന സമയത്ത് ഒരു കൺഫ്യൂഷനും ഉണ്ടാവില്ല. ഓക്കെ? അപ്പൊ നമ്മൾ ഇങ്ങനെ എടുത്ത് എഴുതിയേ. ഇനി നമുക്ക് എന്ത് എഴുതാം? നമ്മളെടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് പെന്റഗന്റെ എല്ലാ ഇന്റീരിയർ ആംഗിൾസിന്റെ സം ആണ്. അപ്പൊ നമുക്ക്
നമുക്ക് അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. സം ഓഫ് ഓൾ ഇന്റീരിയർ ആംഗിൾ ഓഫ് എ പെന്റഗൺ is equal to നമ്മുടെ ഫോർമുല എന്താണ്? n-2 into 180 ഡിഗ്രി. ഇനി നമുക്ക് എന്തിട്ട് കൊടുക്കാം? n-ന് പകരം 5 ഇട്ട് കൊടുക്കാം അല്ലെ? അപ്പൊ is equal to 5 - 2 into 180. 5 - 2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 3 കിട്ടും അല്ലെ? അപ്പൊ ഈക്വൽ ടു 3 into 180 ഡിഗ്രി is equal to 3 into 180 എന്ന് പറയുന്നത് എത്ര കിട്ടും? നമുക്ക് ചെയ്ത് നോക്കാം. 8 raised to 24 to 3 1 540 എന്ന് കിട്ടും അല്ലെ? അപ്പൊ നമ്മുടെ ആൻസർ എന്താ നമുക്ക് കിട്ടിയത്? 540 ഡിഗ്രി. കണ്ടോ എത്ര ക്ലിയർ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി? ആകെ നമുക്കുള്ള ഒരു ക്ലൂ എന്ന് പറയുന്നത് ഇതൊരു റെഗുലർ പെന്റഗൺ ആണെന്ന് നമുക്കുണ്ടായിരുന്നു അല്ലെ? പക്ഷെ നമുക്കറിയാം നമ്മൾ ഇന്റീരിയർ ആംഗിൾസിന്റെ സം കണ്ടുപിടിക്കാൻ നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു. പോളിഗന്റെ എന്തായിരുന്നു? n-2 into 180 ഡിഗ്രി. അപ്പൊ നമുക്ക് റെഗുലർ പെന്റഗൺ എന്ന് തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് അറിയാമായിരുന്നു അതിന്റെ നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് 5 ആണെന്നുള്ളത്. അപ്പൊ നമ്മൾ അത് വെച്ചിട്ട് നമ്മുടെ ഫോർമുലയിലോട്ട് ആ 5 എടുത്ത് ഇട്ട് കൊടുത്തു. കണ്ടോ? അപ്പൊ എന്താ വന്നത്? 5 - 2 into 180. അപ്പൊ നമുക്ക് 3 into 180 540 കിട്ടി. ഇനിയിപ്പോ ഇവിടെ ഹെക്സഗൺ ആയിരുന്നു എന്നുണ്ടെങ്കിലോ, ഒരു റെഗുലർ ഹെക്സഗൺ എന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നിരുന്നെന്നുണ്ടെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും? ഹെക്സഗന്റെ സൈഡ് നമുക്ക് എത്രയാണെന്ന് അറിയാം? 6 ആണെന്ന് അറിയാം അല്ലെ? അപ്പൊ നമ്മൾ n-2 into 180 എന്നാണ് നമ്മുടെ ഫോർമുല. അപ്പൊ നമ്മൾ n-ന് പകരം എന്തിട്ട് കൊടുക്കും? 6 ഇട്ട് കൊടുക്കും. കണ്ടോ? എന്നിട്ട് നമ്മൾ 6 - 2 4 into 180 എന്നൊക്കെ പറഞ്ഞ് ചെയ്ത് നമ്മൾ അങ്ങ് ആൻസർ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ പിടികിട്ടിയ എല്ലാവർക്കും? അതായത് ഏത് പോളിഗന്റെ സം ഓഫ് ഓൾ ഇന്റീരിയർ ആംഗിൾസ് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് റെഗുലർ പോളിഗന്റെ സം ഓഫ് ഓൾ ഇന്റീരിയർ ആംഗിൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള ഫോർമുലയാണ് ഇത്, n-2 into 180 ഡിഗ്രി. ക്ലിയർ ആണ്? ഇപ്പൊ നാനഗൺ പറഞ്ഞാലും ഹെക്സഗൺ പറഞ്ഞാലും എല്ലാത്തിന്റെയും നമ്പർ ഓഫ് സൈഡ്സ് പഠിച്ചു വെച്ച് കഴിഞ്ഞാല് ഇതേപോലെ നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അറിഞ്ഞൂടാന്ന് പറഞ്ഞിട്ട് ആരും ഇരിക്കരുത്. ചിലപ്പോൾ എക്സാമിന് പെന്റഗൺ ആയിരിക്കില്ല, ഹെക്സഗൺ ആയിരിക്കാം, അങ്ങനെ വേറെ എന്തെങ്കിലും ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആണ്? അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. The exterior angle of a regular polygon is 1/5 of its interior angle. Sorry, exterior അല്ലായിരുന്നു ഇവിടെ, interior angle. ഇപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? The exterior angle of a regular polygon is 1/5 of its interior angle. How many sides has the polygon? അപ്പൊ നമ്മളെടുത്ത് എക്സ്റ്റീരിയർ ആംഗിളും തന്നിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ എക്സ്റ്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കാൻ തന്നിട്ടില്ല എന്നല്ല, എക്സ്റ്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കാൻ നമുക്കൊരു ക്ലൂവും തന്നിട്ടുള്ളൂ, ഇന്റീരിയർ ആംഗിൾ തന്നിട്ടില്ല. എന്നിട്ട് നമ്മളെടുത്ത് സൈഡ്സും കണ്ടുപിടിക്കാൻ അങ്ങ് പറഞ്ഞിരിക്കുക. അപ്പൊ നമുക്കറിയാവുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നമ്പർ ഓഫ് സൈഡ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. n is equal to sum of all exterior angles by എന്താണ് ഈച്ച് എക്സ്റ്റീരിയർ ആംഗിൾ. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം, ഫുൾ ആയിട്ട് എഴുതിയിട്ടില്ല, നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അപ്പൊ നമുക്ക് ആകെ അറിയാവുന്ന ഈ ഒരു ഫോർമുല. അപ്പൊ നമുക്ക് എക്സ്റ്റീരിയർ ആംഗിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്പർ ഓഫ് സൈഡ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, തന്ന ക്ലൂ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഓരോന്നിനെയും കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ഇന്റീരിയർ ആംഗിളിന്റെ 1/5 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇന്റീരിയർ ആംഗിൾ എന്താണെന്ന് നമുക്കറിയോ? ഇല്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, let the interior angle be x. നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്, നമുക്ക് അറിഞ്ഞൂടാത്തതിന് നമ്മൾ എന്തായിട്ട് എടുത്തോണം? x ആയിട്ട് എടുത്തോണം. അപ്പൊ let the interior angle be x. ഓക്കെ, ക്ലിയർ? ഇനി അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ഇന്റീരിയർ ആംഗിളിന്റെ 1/5 ആണെന്ന്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, എക്സ്റ്റീരിയർ ആംഗിൾ ഇസ് ഈക്വൽ ടു എന്താ പറഞ്ഞിരിക്കുന്നത്? 1/5 ഓഫ് ഇന്റീരിയർ ആംഗിൾ. ഇവിടെ ഇന്റീരിയർ ആംഗിൾ നമ്മൾ എന്താ എടുത്തത്? എക്സ് ആയിട്ടാണ് എടുത്തത് അല്ലേ? അപ്പൊ ഞാൻ ആ പറഞ്ഞിരിക്കുന്ന കാര്യം കറക്റ്റ് ആയിട്ട് എഴുതിയില്ലേ? ഇതാ നോക്കി, 1/5 ഓഫ് ഇന്റീരിയർ ആംഗിൾ. ക്ലിയർ? ഇനി നമുക്ക് അതിനെ എങ്ങനെ എടുത്തെഴുതാം? 1/5 ഓഫിന് പകരം ഇൻറ്റു എക്സ്.
കണ്ടല്ലോ. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? 1 into x, x by 5. അറിയാലോ ഇങ്ങനെ ഇൻറ്റു ചെയ്യാനായിട്ട്. ഇതാ നോക്കിക്കേ, 1/5 into x. ഇവിടെ x എന്ന് പറഞ്ഞാൽ x/1 എന്നാണ് അർത്ഥം. അപ്പൊ ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ x, ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 5. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? ഇവിടെ x/5 എന്ന് കിട്ടി. ഇനി എങ്ങനെയാ ചെയ്യുന്നേ നമ്മള്? നമുക്ക് ഇന്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളും ഒക്കെ കിട്ടി. പക്ഷെ ഇതൊരു കറക്റ്റ് വാല്യൂ ആയിട്ടല്ല കിട്ടിയിരിക്കുന്നത് അല്ലെ. എക്സ് എന്നും x/5 എന്നുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഒരു കറക്റ്റ് വാല്യൂ നമുക്ക് കിട്ടിയിട്ടില്ല. കണ്ടുപിടിക്കാൻ എന്താ ഒരു മാർഗം? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ പഠിച്ചിരിക്കുന്നത്? ഇന്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളും കൂടി തമ്മിൽ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുമെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ. ഇന്റീരിയർ ആംഗിൾ പ്ലസ് എക്സ്റ്റീരിയർ ആംഗിൾ എന്താണ്? 180 ഡിഗ്രി ആണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിച്ചൂടെ കറക്റ്റ് ആയിട്ടുള്ള ഇന്റീരിയർ ആംഗിളിന്റെയും എക്സ്റ്റീരിയർ ആംഗിളിന്റെയും വാല്യൂ? അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്പർ ഓഫ് സൈഡ്സിന്റെ ഫോർമുലയിൽ ഇട്ട് കൊടുത്താൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ അത്രയും കാര്യങ്ങൾ ഒന്ന് ക്ലിയർ ആയിട്ട് എടുത്ത് എഴുതി. കാരണം നിങ്ങൾക്ക് നോട്ട്സ് എഴുതുമ്പോൾ മായ്ച്ച് പകുതിക്കിട്ട് എഴുതുന്നത് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്തവണ ഇങ്ങനെ തന്നെ എഴുതി കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിക്കോ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇന്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 ഡിഗ്രി കിട്ടണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എഴുതി x plus x/5 is equal to 180 ഡിഗ്രി. ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കും? നോക്കിക്കേ, നമ്മൾ എന്താ എഴുതിയിരിക്കുന്നത്? x plus x/5. നമുക്ക് ഇത് ഡയറക്റ്റ് അങ്ങ് ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? x എന്ന് വെച്ചാൽ എന്താ അർത്ഥം? x/1 എന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ എന്ത് കാണണം? LCM അല്ലേ. 1ന്റെ 5ന്റെ LCM എന്താണ്? 5. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡിനോമിനേറ്ററിനെ നമ്മൾ ചേഞ്ച് ചെയ്ത് സെയിം ഡിനോമിനേറ്റർ ആക്കി മാറ്റണം. അപ്പൊ x/1നെ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം? x/1. അപ്പൊ 1ന്റെ ടേബിൾസിൽ ഇൻറ്റു 5 ആണ് 5 എന്ന് കിട്ടുന്നത്. സെയിം നമ്പർ കൊണ്ട് തന്നെ ന്യൂമറേറ്ററിനെയും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? x into 5/5 എന്നായില്ലേ. അപ്പൊ അതൊന്ന് എടുത്ത് നമുക്ക് ഇങ്ങോട്ട് എടുത്ത് എഴുതാം. അപ്പൊ ഇവിടെ നമുക്കറിയാം, നമുക്ക് ഇങ്ങനെ LCM is equal to 5 എന്നും പറഞ്ഞ് കൊച്ചു പിള്ളേരെ കണക്ക് എഴുതി വെക്കാൻ പറ്റില്ല. നമ്മൾ കുറച്ചും കൂടി വലിയ സ്റ്റാൻഡേർഡിലോട്ടായി. അപ്പൊ ഞാൻ മനസ്സിലാവുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ ഡയറക്റ്റ് നമുക്കങ്ങ് ചെയ്യാം. അപ്പൊ നമുക്കറിയാം ഇപ്പൊ ഡിനോമിനേറ്ററിൽ എന്താ വരുന്നത്? 5 ആണ് വരുന്നതെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ ആ 5നെ ഇവിടെ എടുത്ത് എഴുതി. ഇനി ഇതിനെ ഓരോന്നിനെയും ഞാൻ ചേഞ്ച് ചെയ്ത് എഴുതാം. x/1. അപ്പൊ നമുക്കറിയാം 1 into 5 then into 5. അപ്പൊ മുകളിൽ എന്താ വന്നത്? x into 5 പ്ലസ് അടുത്തത് എന്താ കിടക്കുന്നത്? x/5. ഇതിനെ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടുള്ള കാര്യമുണ്ടോ? ഇല്ല. ഓൾറെഡി തന്നെ ഇതിന്റെ ഡിനോമിനേറ്റർ 5 ആണ്. അപ്പൊ ഒരു മാറ്റവും വരുത്തണ്ട. അപ്പൊ ആ 5 ദേ ഇവിടെ കിടപ്പുണ്ട് ദാനം. അപ്പൊ നമുക്ക് ന്യൂമറേറ്ററിലുള്ളത് മാത്രം എടുത്ത് എഴുതി വെച്ചാൽ മതി. അപ്പൊ എന്തായി? പ്ലസ് x is equal to 180 ഡിഗ്രി. ക്ലിയർ? അപ്പൊ എന്താ ചെയ്യണമെന്ന് അറിയാവോ? നിങ്ങൾക്ക് എക്സാം ടൈമിൽ മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് എടുത്ത് സൈഡിൽ ഇതേപോലെ ഒരു വർക്കിംഗ് കോളം ഒക്കെ വരച്ച് എന്നിട്ട് x/1 into 5 സെയിം നമ്പർ കൊണ്ട് തന്നെ പ്ലസ് x/5. കണ്ടോ? ഇപ്പൊ നമ്മള് ഡിനോമിനേറ്ററിനെ സെയിം ആക്കിയതാണ്. എന്നൊക്കെ നമ്മുടെ വർക്കിംഗ് കോളം കാണുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് എക്സാം ടൈമിന് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ x into 5 അതാണ് ഇവിടെ എടുത്ത് എഴുതിയിരിക്കുന്നത്. പ്ലസ് x എന്നിട്ട് കോമൺ ആയിട്ടുള്ള 5നെ ഇവിടെ രണ്ടിടവും 5 ഉള്ളതുകൊണ്ട് ഞാൻ അതിനെ കോമൺ ആയിട്ട് എടുത്ത് ഇങ്ങോട്ട് എഴുതി എന്നുള്ളത് നിങ്ങൾക്ക് എക്സാം ടൈം എടുത്ത് നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കാരണം നമുക്ക് കൊച്ചുകുട്ടികളെ പോലെ ഇങ്ങനെ എങ്ങനെ എഴുതി വെക്കാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനെയല്ലേ എഴുതാൻ പറ്റൂ എക്സാമിന് അല്ലേ. നമ്മൾ കുറച്ച് വലുതായില്ലേ. അപ്പം ഈ വർക്കിംഗ് കോളത്തിൽ ഇങ്ങനെ ഒന്ന് നിങ്ങൾ നോട്ട്സ് എഴുതുമ്പോൾ എഴുതി വെച്ചേക്കണം, മറന്നു പോകരുത്. അപ്പൊ ഞാനിത് മായ്ക്കാണേ. അപ്പൊ നമുക്ക് ഇങ്ങനെ വന്നു. ഇനി എന്ത് എഴുതാം? x into 5 5x പ്ലസ് അവിടെ എന്തുണ്ട്? x/5 is equal to 180 ഡിഗ്രി. 5x plus x 6x/5 is equal to 180 ഡിഗ്രി. അപ്പൊ നമുക്ക് ഇങ്ങനെ വന്നു അല്ലേ. ഇനി നമുക്കറിയാം ഇങ്ങനെയും വന്നാൽ എന്ത് ചെയ്യണമെന്നറിയാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണമെന്നറിയാം അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 6x is equal to 180 ഡിഗ്രി into 5 is equal to എത്ര കിട്ടും? നമുക്ക് ഇൻറ്റു ചെയ്ത് നോക്കാം. 5 0 0 44 that is 900. അപ്പൊ എന്താ കിട്ടുന്നത്? നമുക്ക് 6x എന്ന് പറയുന്നത് 900 എന്ന് കിട്ടി. ഇതിൽ നിന്ന് നമ്മൾ എന്തിന്റെ വാല്യൂ കണ്ടുപിടിക്കണം? എക്സിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ.
അപ്പൊ നമുക്ക് എടുത്ത് എഴുതാം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇതിന്റെ ബാലൻസ് ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതാം. ഞാൻ നോക്കിക്കോ, 6x is equal to 180 into 5 is equal to 900. എങ്ങനെയാ 900 കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 5ഉം 180 എപ്പോഴും ഓർത്തോണം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ആണ് ചെയ്യേണ്ടോളായിരുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതിയപ്പോൾ 900 എന്ന് കിട്ടി. അപ്പൊ 6x ആണ് 900 എന്ന് കിട്ടിയത് അല്ലേ. ഇങ്ങോട്ട് എടുത്ത് എഴുതാം. 6x is equal to 900. ഇനി നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. x is equal to 900. 6 into x ആണ്. അപ്പൊ നമ്മൾ ഈക്വൽ സൈന് ശേഷം കൊണ്ടുവരുമ്പോൾ ഡിവിഷൻ ആവും. ഇസ് ഈക്വൽ ടു 150 ഡിഗ്രി. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ എന്ത് കിട്ടി? 150 എന്ന് കിട്ടി. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളും ഒന്ന് കണ്ടുപിടിക്കാം. ഇന്റീരിയർ ആംഗിൾ ഇസ് ഈക്വൽ ടു, ഞാൻ ഫുൾ എഴുതുന്നില്ല, ഇന്റീരിയർ ആംഗിൾ നിങ്ങൾ എഴുതിക്കോണേ. ഇന്റീരിയർ ആംഗിൾ ഇസ് ഈക്വൽ ടു എക്സ്. എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 150 ഡിഗ്രി. ഇനി എക്സ്റ്റീരിയർ ആംഗിൾ ഇസ് ഈക്വൽ ടു എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരുന്നത്? x/5. അപ്പൊ നമുക്ക് എടുത്ത് എഴുതാം. x/5 ഇസ് ഈക്വൽ ടു 150/5 ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പൊ നമുക്ക് ആൻസർ എന്തെന്ന് കിട്ടി? എക്സ്റ്റീരിയർ ആംഗിൾ 30 ഡിഗ്രി എന്ന് കിട്ടി അല്ലേ. ഓക്കെ, ക്ലിയർ. അപ്പൊ ഇന്റീരിയർ ആംഗിൾ നമുക്ക് 150 എന്നും കിട്ടി, എക്സ്റ്റീരിയർ ആംഗിൾ നമുക്ക് 30 ഡിഗ്രി എന്നും കിട്ടി. ഇത്രയും ക്ലിയർ ആയേ? ഇത്രയും മാത്രം കണ്ടുപിടിച്ചാൽ പോരല്ലോ. നമ്മൾ എന്ത് കണ്ടുപിടിക്കാനാണ് നമ്മളെടുത്ത് പറഞ്ഞിരുന്നത്? നമ്പർ ഓഫ് സൈഡ്സ്. അപ്പൊ നമുക്ക് ഫോർമുല അറിയാം. നമ്പർ ഓഫ് സൈഡ്സ് ഈസ് ഈക്വൽ ടു സം ഓഫ് ഓൾ എക്സ്റ്റീരിയർ ആംഗിൾസ് ബൈ എന്താണ്? ഈച്ച് എക്സ്റ്റീരിയർ ആംഗിൾ. ഇപ്പൊ എന്താ? നമ്പർ ഓഫ് സൈഡ്സ് ഈസ് ഈക്വൽ ടു സം ഓഫ് ഓൾ എക്സ്റ്റീരിയർ ആംഗിൾ എന്നും കൂടി ഉണ്ട്, എഴുതിക്കോണേ. സം ഓഫ് ഓൾ എക്സ്റ്റീരിയർ ആംഗിൾ ബൈ ഈച്ച് എക്സ്റ്റീരിയർ ആംഗിൾ. അപ്പൊ സം ഓഫ് ഓൾ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 360 ഡിഗ്രി ബൈ എത്രയാണ് ഇവിടെ ഉള്ളത്? എക്സ്റ്റീരിയർ ആംഗിൾ 30 ഡിഗ്രി. കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഞാൻ ഇതൊന്ന് മേലിലോട്ട് എടുത്ത് എഴുതി ഒന്ന് കാണിച്ചു തരാം. ഡിഗ്രി ബൈ 30 ഡിഗ്രി. അപ്പൊ എന്താ കിട്ടും നമുക്ക്? 1 2 12 സൈഡ്സ്. കണ്ടോ, നമുക്ക് ഡിവിഷൻ ചെയ്ത് നോക്കിയപ്പോ എത്ര കിട്ടി? നമുക്ക് 12 സൈഡ്സ് ആണ് നമുക്ക് കിട്ടിയത്. ഇപ്പൊ പിടി കിട്ടിയോ? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യം ഇതായിരുന്നു. ഇന്റീരിയർ ആംഗിൾ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ഇന്റീരിയർ ആംഗിളിന്റെ 1/5 ആണ് എന്ന് നമുക്ക് തന്നിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇന്റീരിയർ ആംഗിളിനെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. നമ്മൾ എക്സ്റ്റീരിയർ ആംഗിളിനെ എന്തായിട്ട് എടുത്തു? 1/5 ഓഫ് ഇന്റീരിയർ ആംഗിൾ എന്നായിരുന്നു നമ്മളടുത്ത് പറഞ്ഞിരുന്നത് അല്ലെ. അപ്പൊ 1/5 ഓഫ് എക്സ്, കാരണം ഇന്റീരിയർ ആംഗിളിന് നമ്മൾ എക്സ് ആയിട്ടായിരുന്നു എടുത്തിരുന്നത്. അപ്പൊ 1/5 ഓഫ് എക്സ്. അപ്പൊ നമ്മൾ ഈ ഓഫ് അങ്ങ് മാറ്റി, ഓഫിന് പകരം നമ്മൾ എന്തിട്ട് കൊടുത്തു? ഇൻറ്റു. അപ്പൊ 1/5 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? x/5 എന്ന് കിട്ടി. ഇതെങ്ങനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ x ഇൻറ്റു 1 x/5. ക്ലിയർ? പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇന്റീരിയർ പ്ലസ് എക്സ്റ്റീരിയർ ആംഗിൾ ഇസ് ഈക്വൽ ടു 180 എന്ന്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ x പ്ലസ് x/5 ഇസ് ഈക്വൽ ടു 180 അതങ്ങനെ നമ്മൾ ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? എക്സിന്റെ വാല്യൂ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു. ക്ലിയർ? കണ്ടോ ഇന്റീരിയർ ആംഗിൾ. അപ്പൊ നമ്മൾ ഈ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇന്റീരിയർ ആംഗിളിനെ എക്സ് ആയിട്ടാണ് എടുത്തത്. അപ്പൊ അത് 150 ആണെന്ന് എഴുതി വെച്ചു. അടുത്ത എക്സ്റ്റീരിയർ ആംഗിളിനെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരുന്നത് x/5 എന്നായിരുന്നു. അപ്പൊ അതിലോട്ട് വാല്യൂ ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 30 ഡിഗ്രിന്ന് കിട്ടി. ഇനി നമുക്ക് അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾ കിട്ടി. നമുക്കറിയാം നമ്പർ ഓഫ് സൈഡ്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത്. അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് സം ഓഫ് ഓൾ എക്സ്റ്റീരിയർ ആംഗിൾ ബൈ ഈച്ച് എക്സ്റ്റീരിയർ ആംഗിൾ എന്നായിരുന്നു. അപ്പൊ സം ഓഫ് ഓൾ എക്സ്റ്റീരിയർ ആംഗിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് 360 ഡിഗ്രി ആണെന്ന്. അപ്പൊ 360 ഡിഗ്രി ബൈ ഈച്ച് എക്സ്റ്റീരിയർ ആംഗിൾ, എക്സ്റ്റീരിയർ ആംഗിളിന്റെ വാല്യൂ നമ്മൾ എന്താ കണ്ടുപിടിച്ചിരുന്നത്? 30 ഡിഗ്രി. അത് നമ്മൾ ഇവിടെ ഇട്ട് കൊടുത്തു. അപ്പൊ അങ്ങനെ ചെയ്തപ്പം നമുക്ക് ആൻസർ എന്തെന്ന് കിട്ടി? 12 സൈഡ്സ് എന്ന് കിട്ടി. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ശരിക്കും പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ഈ വീഡിയോക്ക് ഒത്തിരി ലെങ്ത് കൂടിപ്പോയി.
അപ്പോൾ നമുക്ക് ഇത്രയും വെച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഏതാണ്ട് ഫുൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കവർ ചെയ്ത് കാണിച്ച് തന്നിട്ടുണ്ട് ആ ഒരു ചാപ്റ്ററിന്. പിന്നെ ഇതിനകത്ത് മെയിൻലി ഒരു ട്രൂ ഓർ ഫോൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് നല്ല ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കണം. അതെന്തായാലും എക്സാമിന് കണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതും കൂടിയാണ് നമ്മൾ നോക്കി വെക്കേണ്ടത്. പിന്നെ ടെക്സ്റ്റിലെ എല്ലാ എക്സസൈസും നമ്മൾ നല്ലതായിട്ട് തന്നെ പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനൊക്കെ ഓരോന്നും പറക്കി എടുത്തിട്ട് നമ്മളിവിടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കി നമ്മളിവിടെ പഠിച്ചിപ്പോൾ തന്നിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാതെ നമ്മളിപ്പം ഈ ഒരു ചാപ്റ്ററിനെ കവർ ചെയ്ത് നമ്മൾ എക്സാം സ്പെഷ്യലിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കണും ഇനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.